ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞൻ മത്തി പീര വറ്റിച്ചതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെയല്ല, കുഞ്ഞൻ മത്തി മാത്രം ഇട്ടിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ താളും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പീര വറ്റിക്കാൻ പോകുന്നത്. അപ്പോൾ ആ താളും മീൻ പീരയും കൂടെ എന്ന് പറയുന്നത് നല്ലൊരു രുചിയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം എന്ന് ഓർത്തിട്ടാണ് നമ്മളിന്ന് കുഞ്ഞൻ മത്തി പീര വെക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും. നമുക്ക് കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ്. നമ്മൾ താളിട്ട് വെക്കും, അതുപോലെ കോവയ്ക്ക ഇട്ട് വെക്കും. കുഞ്ഞൻ മത്തി പീര, മത്തിയോ വത്തലോ എന്തോ ആയിട്ട് നമ്മളങ്ങനെ പീര പറ്റിക്കുന്നവരുണ്ടാവും. അങ്ങനെ പല പല സൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് താളും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കുഞ്ഞൻ മത്തി പീര വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള പാൽച്ചേമ്പിൻ്റെ താളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കഷ്ണങ്ങളാക്കി മുറിച്ച് അത് ഇതുപോലെ നീളത്തിൽ നമുക്ക് വലിപ്പമൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, അങ്ങനെ കഷ്ണത്തിൽ മുറിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞുള്ളിയാണ്. ഒരു 10-15 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആവറേജ് വലുപ്പത്തിലൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞുള്ളി ഇതുപോലെ നീളത്തിൽ നമ്മൾ രണ്ടാക്കി മുറിച്ച് നീളത്തിൽ അരിയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിയും കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കുക. നമ്മൾ അരിയുന്നതിനൊക്കെ ആണെങ്കിലും ഓരോ അരിച്ചിലിനും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞിതാക്കിയാണ് അരിയുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞിതാക്കി അരിയുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇറങ്ങും. നമുക്കാണെങ്കിലും അങ്ങനെ ഇഞ്ചിയും കുഞ്ഞുള്ളിയും കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ കടിക്കത്തില്ല. കഴിക്കുമ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല, അതിൻ്റെ ടേസ്റ്റ് വരും, ഫ്ലേവർ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഇഞ്ചി ഇതുപോലെ കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചിയൊക്കെ അരിയുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ അരിയാം എന്നുള്ളത്. അപ്പോൾ പീരയ്ക്കാവുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അരിയാറ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചി ഇതുപോലെ കനം കുറച്ച് കുഞ്ഞിതാക്കി അരിഞ്ഞെടുക്കാം. അതാണ് ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. അതൊരു 4 കുടംപുളി എടുത്തിട്ടുണ്ട്. കഴുകി അത് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം. പിന്നെ നമുക്ക് പീരയ്ക്കുള്ള, അതായത് അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കണം. അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ്. ഒരു മുറി തേങ്ങ ഇതുപോലെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പ്ലസ് നമ്മൾ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ്. അതൊരു 10-20 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിൻ്റെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഇപ്പോൾ കാന്താരി മുളക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഇതിനകത്ത് ഉപയോഗിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 4 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള, അതായത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചത് കൂടാതെ ഒരു കുഞ്ഞുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 3 കുഞ്ഞുള്ളിയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി തേങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കറിവേപ്പിലയും ഈ മുളകും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് നമ്മൾ ആദ്യം അരച്ചെടുക്കുന്നത്, ഒതുക്കിയെടുക്കുന്നത്. ജസ്റ്റ് മിക്സിയുടെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ബാക്കിലേക്കിട്ട് നമ്മൾ കറക്കുന്നതേ ഉള്ളൂ. 1-2 കറക്കുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ക്രഷ്ഡായി കിട്ടും. പിന്നെയാണ് നമ്മൾ അതിലേക്ക് തേങ്ങ ചേർത്ത് ഒതുക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ നമുക്ക് ഒതുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ കുഞ്ഞൻ മത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞൻ മത്തിയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തന്നെ ഇഞ്ചി, നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന താളാണ്. പാൽച്ചേമ്പിൻ്റെ താളും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അത് എല്ലാ സൈഡിലേക്കും എല്ലാ കഷ്ണങ്ങളും ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലതിനും പല വേവാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പാണ്. അരപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതും നല്ല രീതിക്ക് തന്നെ ഇളക്കി എല്ലായിടത്തുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരപ്പ് അതുപോലെ ചേർത്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്
അവരവരുടെ ഇഷ്ടത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന കുടംപുളിയാണ്. കുടംപുളി ആ വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിന് ഒത്തിരി വെള്ളം വേണ്ട. നമുക്ക് പീര വെക്കുമ്പോൾ ഒത്തിരി വെള്ളം പാടില്ല. നമ്മൾ പറ്റിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട. പിന്നെ നമ്മൾ താളാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ താളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങും. അപ്പം നമ്മൾ അത് വേവാനുള്ള വെള്ളം മാത്രം മതി. ഒരു 1-2 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുള്ളൂ എല്ലാം കൂടെ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ കുടംപുളിയൊക്കെ നമുക്ക് ഉള്ളിലേക്ക്, അതായത് ആ പുളിയുടെ നീരിറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ പുളി എല്ലായിടത്തേക്കും എത്തിക്കോളും. അങ്ങനെ കഷ്ണങ്ങൾക്ക് അടിയിലേക്ക് പുളി ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കി, എല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെക്കാം. ഇനി നമുക്കിത് ഒന്ന് ചുറ്റിച്ചെടുത്ത് നമുക്ക് ഗ്യാസിൽ വെക്കാം. നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത്. അടുപ്പിലോ ഗ്യാസിലോ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ഗ്യാസിൽ വെക്കുമ്പോൾ നമ്മൾ ഫുള്ളിൽ തന്നെ ഇട്ടിട്ട് വേണം മീൻ പീര അതായത് വെക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും സിമ്മിലിടരുത്. ഫുള്ളിൽ തന്നെ നല്ല തീ വേണം, വെക്കുമ്പോൾ തന്നെ നല്ല തീ വേണം. പിന്നെ നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് തിള വന്നിട്ടുണ്ട്. തിള വരുമ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഉലുവാപ്പൊടിയാണ് വേണ്ടത്. ഉലുവാപ്പൊടി ഒരു 3/4 സ്പൂണോളം നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് അത് നമ്മൾ മൂടി വെക്കാം. നമ്മുടെ മീൻ പീര ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഉലുവ നമ്മൾ ഇട്ടേക്കുന്ന ഉലുവ എല്ലായിടത്തും കൂടെ ഒന്നാവാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ വെള്ളമുണ്ട്. നമുക്ക് ആ വെള്ളം കൂടെ പറ്റിച്ചെടുക്കണം. ഇനിയുള്ള നമുക്ക് പീരയ്ക്ക് ഒട്ടും വെള്ളം വേണ്ട. തോരൻ പോലെയാണ് നമ്മൾ പീര വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഉള്ള വെള്ളം കൂടെ നമുക്ക് പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് നമ്മൾ എല്ലാം കഴിയുമ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ മീൻ പീര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു.